ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഫൈനൽ. ഗ്ലെൻ മാക്സ്വെല്ലിനെ 49-ാം ഓവറിലെ ആദ്യ പന്തിൽ 6 പറത്തി KL രാഹുലാണ് ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ പ്രവേശനത്തിന് ഇടയാക്കിയത്. 3-ാം തവണയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ എത്തുന്നത്. ഇന്ത്യ 5 വട്ടമാണ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ കടന്നിട്ടുള്ളത്. 2013-ലാണ് അവസാനമായി കിരീടം ചൂടിയത്. 2020 ലോക കിരീട നേട്ടത്തിന് പിന്നാലെ മറ്റൊരു ICC കിരീടം കൂടി ഇന്ത്യയുടെ തൊട്ടരികിൽ എത്തി നിൽക്കുന്നു എന്നത് സന്തോഷം നൽകുന്ന വാർത്തയാണ്. ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ ഓസ്ട്രേലിയ മുൻപിൽ വെച്ച 265 റൺസ് ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 11 പന്തുകൾ ശേഷിക്ക് മറികടന്നു. ഞായറാഴ്ച ദുബായിൽ വെച്ചാണ് ഫൈനൽ. ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡ് സെമിയിലെ വിജയിയാവും കലാശപ്പോരിൽ ഇന്ത്യയുടെ എതിരാളികൾ. വിരാട് കോഹ്ലിയുടെയും ശ്രേയസ് അയ്യരുടെയും 91 റൺസ് കൂട്ടുകെട്ടാണ് ചേസിംഗിൽ ഇന്ത്യൻ ഇന്നിംഗ്സിന് അടിത്തറയായത്. വിരാട് കോഹ്ലി 98 പന്തിൽ നിന്നും 84 റൺസ് നേടി. ശ്രേയസ് അയ്യർ 62 പന്തിൽ നിന്നും 45 റൺസാണ് നേടിയത്. ശ്രേയസിനെ പുറത്താക്കി ആദ്യം സംഭയാണ് ഇവരുടെ കൂട്ടുകെട്ട് പൊളിച്ചത്. കോഹ്ലിയും ശ്രേയസും പുറത്തായതിനു പിന്നാലെ KL രാഹുലും ഹർദിക് പാണ്ഡ്യയും ചേർന്നാണ് ഇന്ത്യക്ക് കൈത്താങ്ങായത്. എന്നാൽ വിജയത്തോടെ അടുക്കവേ ഹാർദിക്കിന്റെ വിക്കറ്റ് വീണു. 24 പന്തിൽ നിന്നും 28 റൺസാണ് ഹാർദിക് എടുത്തത്. അക്ഷർ പട്ടേൽ 30 പന്തിൽ നിന്നും 27 റൺസ് നേടി. രാഹുൽ 34 പന്തിൽ നിന്നും 42 റൺസ് എടുത്തു. നേരത്തെ ചേസ് ചെയ്ത് ഇറങ്ങിയ ഇന്ത്യക്ക് ഓപ്പണർമാരെ തുടക്കത്തിൽ തന്നെ നഷ്ടമായിരുന്നു. ആദ്യം ഗില്ലിനെയും പിന്നാലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെയുമാണ് ഇന്ത്യ ആദ്യ 8 ഓവറിനുള്ളിൽ ഇന്ത്യക്ക് നഷ്ടമായത്. ഇതോടെ 43 റണ്ണിലേക്ക് വീണത് ഇന്ത്യയെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. 8 റൺസ് എടുത്തു നിന്ന വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെയാണ് ഇന്ത്യക്ക് ആദ്യം നഷ്ടമായത്. 11 പന്തിൽ നിന്നും 8 റൺസ് എടുത്തു നിന്ന ഗില്ലിനെ ബെൻ ക്ലീൻ ബൗളാക്കി. ബാക്ക് ഫുട്ടിൽ നിന്നും ഷോർട്ട് തേർഡിലേക്ക് കളിക്കാനാണ് ഗിൽ ശ്രമിച്ചത്. എന്നാൽ പാതി മനസ്സോടെയുള്ള ഗില്ലിന്റെ ശ്രമത്തിനിടയിൽ ഇൻസൈഡ് എഡ്ജായി പന്ത് സ്റ്റംപ് കളക്കി. ബാറ്റിംഗിൽ നല്ല തുടക്കം ലഭിച്ച രോഹിത് ശർമ്മയെ കൂപ്പറാണ് മടക്കിയത്. 29 പന്തിൽ നിന്നും 28 റൺസ് എടുത്ത് നിൽക്കെ ഇന്ത്യൻ ക്യാപ്റ്റനെ കൂപ്പർ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി. ഓപ്പണർമാരെ തുടക്കത്തിലെ നഷ്ടമായെങ്കിലും മികച്ച ഫോമിൽ നിൽക്കുന്ന കോഹ്ലിയും ശ്രേയസ് അയ്യരും ചേർന്ന് ഇന്ത്യക്ക് ഒരു സുരക്ഷാ കവചം നിർമ്മിച്ചു. ഇതാണ് ഇന്ത്യയെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ എത്തിക്കാൻ തുണച്ചത്.